നാട്ടിലെ സാഹിത്യകാരന്മാർക്കൊപ്പം വായനശാല സന്ദർശിച്ച് വളയഞ്ചിറങ്ങര സ്കൂളിലെ വിദ്യാർത്ഥികൾ VNKP സ്മാരക വായനശാലയിലാണ് കുട്ടികൾ സായാഹ്നം ചെലവഴിച്ചത്. MP നാരായണപിള്ളയും C അയ്യപ്പനും P മധുസൂദനും പഠിച്ച വിദ്യാലയത്തിലെ കുട്ടികൾ അവരുടെ പിൻഗാമികൾക്കൊപ്പം വളയഞ്ചിറങ്ങര വായനശാല സന്ദർശിച്ചു. വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും സായാഹ്നം വായനശാലയിൽ ചെലവഴിച്ചു. നാടിന്റെ എഴുത്തുകാർക്കൊപ്പം നാട്ടിലെ ഗ്രന്ഥശാലയിൽ എന്ന പരിപാടി പ്രശസ്ത കഥാകൃത്ത് സുരേഷ് കീഴിലം ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു പ്രത്യേകത നിങ്ങളെ പോലെ ചെറിയ കുട്ടിയായിരുന്നു ഒരു വായനശാല ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് ഈ വായനശാലയിൽ വരാൻ വേണ്ടി ഈ വായനശാല കാണാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വായനശാല രൂപീകരിച്ച് സ്വന്തമായിട്ട് രൂപീകരിച്ച ആളാണ് അവിടെ പത്രം വരുന്നതായിരുന്നു. പത്രം വരുത്താൻ കാശില്ല. പണിക്കർ സാറിന്റെ കുട്ടി എന്താ ചെയ്തെന്ന് പറയും, നേരെ നടന്നു പോയിട്ട് ഏതാണ്ട് 10-20 കിലോമീറ്റർ ദൂരം നടന്നു പോയി മലയാള മനോരമ പത്രത്തെ ഓഫീസിൽ ചെന്നത്. അതിന്റെ മുതലാളിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു വായനശാല പറയുന്നത് കാശും തരാനില്ല, പത്രം ഫ്രീ ആയിട്ട് തരാമെന്ന്. അപ്പൊ ആ മുതലാളി നോക്കിയപ്പോ മാമൻ മക്കളാന്ന് പറഞ്ഞിട്ടുണ്ട്, വലിയ പത്രാധിപരാണ്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഒരു ചെറിയ കുട്ടി ഒന്നും പറയാൻ ഞങ്ങൾ വായനശാല തുടങ്ങി, ഞങ്ങൾക്ക് ഒരു പത്രം ഫ്രീ ആയിട്ട് തരാം. ഒരു കൊച്ചു കുട്ടി ഒന്ന് ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാതിരിക്കും? അദ്ദേഹം പറഞ്ഞു, ഓക്കെ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, നിങ്ങളുടെ വായനശാല എല്ലാ ദിവസവും പത്രം തരുന്നു. ഇതിന് ചരിത്രങ്ങളാണ് ഇതൊക്കെ. ഈ PN പണിക്കർ സ്വന്തം നാട്ടിൽ മാത്രമല്ല ഈ കേരളം മുഴുവൻ ഇതുപോലെ വായനശാലകൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ഈ 10,000-ൽ ചില്ലാൻ വായനശാലകളുണ്ട്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് പറയും, നമ്മൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിൽ നിന്നെങ്കിലും അവിടത്തേക്കാൾ കൂടുതൽ അറിവും വിദ്യാഭ്യാസവും വിവരവുമുള്ള ജനത നമ്മുടെ നാട്ടിൽ. അടുത്ത 8 ദിവസങ്ങളായി വളയഞ്ചിറങ്ങരയിലെ എഴുത്തുകാർ ഈ പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുമായി സംവദിക്കും. സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NB അജയകുമാർ, വളയഞ്ചിറങ്ങര VNKP വായനശാല സെക്രട്ടറി P രാജൻ, MK മദനമോഹനൻ, സ്കൂൾ മാതൃസംഗമം പ്രസിഡന്റ് ഷീജ എൽദോസ്, അധ്യാപികമാരായ G അജീന, G അനു, K ബിന്ദു, അരുൺ C, ഷീജ M എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ G ആനന്ദകുമാർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പുറത്തെ ലൈബ്രറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പുസ്തകങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ താല്പര്യമുള്ളവർ അവിടെ പുസ്തകം നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഫ്രീ ആയിട്ട് വായിക്കാം. ഞാൻ പറയുന്നത് ഒന്നും ഈ വായനശാലയെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലുള്ള മണ്ണൂർ വായനശാല, കീഴിലെ വായനശാല, അല്ലപ്ര വായനശാല, അറക്കിപ്പൊടി വായനശാല, തെങ്ങോല വായനശാല, ഐരാവൂർ വായനശാല, മൂന്നൂർ വായനശാല ഒക്കെ ചേർത്താണ് ഈ വായനശാലകളിലെല്ലാം ഒരേ കാര്യമാണ് നടക്കുന്നത്. പിന്നെ ഉള്ളത് പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാം. എവിടെ നിന്നുള്ളത്? വായനശാലയിലുള്ളത്. അപ്പൊ 2 കാര്യങ്ങൾ നടന്നു ഞാൻ പറഞ്ഞു. ആനുകാലികങ്ങളും പത്രങ്ങളും ഇവിടെ വരുത്തും, മാസികകൾ അപ്പുറമുണ്ട്, മറ്റേ പുസ്തകങ്ങൾ അപ്പുറമുണ്ട്. ഇത് രണ്ടും എല്ലാ നാട്ടിലും ആളുകൾക്ക് സൗജന്യമായിട്ട് വായിക്കാം. അതാണ് ആരുടെ ജോലി, ആരുടെ ഉത്തരവാദിത്വം? വായനശാലകളുടെ ഉത്തരവാദിത്വം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.